നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വന്തം മകളെ ഉപദ്രവിച്ചാൽ അത് ഏതൊരു അച്ഛനും അമ്മമാർക്കും അത് സഹിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. കുവൈറ്റിൽ പ്രവാസിയായിരിക്കെ തന്റെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ നാട്ടിലെത്തി വക വരുത്തിയിരിക്കുകയാണ് ഒരച്ഛൻ. 12കാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ബന്ധുവിനെ പെൺകുട്ടിയുടെ പിതാവ് കൊലപ്പെടുത്തി അന്ന് വൈകിട്ട് തന്നെ കുവൈറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകിയിട്ടും പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ താക്കീത് നൽകി വിട്ടയച്ചതാണ് പ്രവാസിയെ ഇത്തരമൊരു കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത്. ആന്ധ്രാപ്രദേശിലെ അന്നമയി ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പിതാവ് തന്നെയാണ് ബന്ധുവിനെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞതും വിവരം പുറം ലോകം അറിയുന്നതും ഇങ്ങനെ തന്നെ. വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ് യുവാവിനെ കൊലപ്പെടുത്താൻ കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയതും തിരിച്ച് മടങ്ങിയതും. വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പിതാവിനൊപ്പമായിരുന്നു ഭാര്യയും മകളും താമസിച്ചിരുന്നത്. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മകളെ നാട്ടിലുള്ള ഭാര്യയുടെ മാതാപിതാക്കളുടെ അടുത്താക്കി. എന്നാൽ 12കാരിയായ മകളുടെ സംരക്ഷണ ചുമതല ഭാര്യയുടെ ഇളയ സഹോദരിയെ ഏൽപ്പിച്ച് അടുത്തിടെ ഭാര്യ പിതാവിനെയും അയാൾ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. ആദ്യം കുട്ടിയെ നോക്കുന്നതിൽ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്താതെ സംരക്ഷണ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇതോടെ ഭാര്യയുടെ അമ്മ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് ബന്ധുവായ യുവാവ് 12കാരിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമായത്. പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രതിയായ യുവാവിനെ താക്കീത് ചെയ്ത് വിട്ടയച്ച പോലീസ് പരാതിക്കാരിയെ ശകാരിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞതോടുകൂടിയാണ് മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ നാട്ടിലെത്തി ഇല്ലാതെയാക്കാൻ പിതാവ് തീരുമാനിച്ചത്. എല്ലാം അതീവ രഹസ്യമായി പ്ലാൻ ചെയ്യുകയായിരുന്നു. രാവിലെ ആന്ധ്രയിലെത്തിയ പിതാവ് പ്രതിയെ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പിതാവ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്.